നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കനത്ത മഴയെ തുടർന്ന് ദുബായ് വളരെയധികം കഷ്ടപ്പെടുകയാണ്. പ്രവാസി മലയാളികളെ ആകെ നടുക്കുന്ന സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. മെട്രോ സ്റ്റേഷനുകളിൽ വെള്ളം കയറി. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ അൽ നഹ്ദ ഓൺ പാസീവ് മെട്രോ സ്റ്റേഷനുകൾക്കകത്തേക്ക് വെള്ളം കയറി. വെള്ളം കയറിയത് സർവീസുകൾക്ക് കാര്യമായ തടസ്സമുണ്ടാക്കി. ദുബായ് ടെർമിനലിൽ വെള്ളം കയറി. കൂടുതൽ വിമാന സർവീസുകൾ റദ്ദാക്കി. അങ്ങനെ ആകെ ആശങ്കയുടെ കാലാവസ്ഥയാണ് ദുബായിൽ നിലനിൽക്കുന്നത്. വലിയ രീതിയിലുള്ള മഴ പെയ്യുകയാണ്. UAE-യിലും മഴയുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ദുബായിലുള്ള പ്രവാസി മലയാളികളൊക്കെ അവരുടെ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ അവർ വലിയ ആശങ്കയുടെ മണിക്കൂറുകൾ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരുന്നു എന്നതടക്കമുള്ള ഒരു അനുഭവമൊക്കെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കാലാവസ്ഥ മാറ്റമൊക്കെ അവരെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഇതാ ദുബായിയുടെ 2 വ്യത്യസ്ത കാലാവസ്ഥാ സാഹചര്യങ്ങളെ എടുത്തു കാണിക്കുന്ന ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കാർമേഘങ്ങൾ ഇരുണ്ടുകൂടുന്ന ദൃശ്യങ്ങളും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ കാർമേഘം മാറി വെയിൽ പരക്കുന്ന ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദുബായിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി പകർത്തിയ ആ ദൃശ്യങ്ങൾ കാണാം. അതേസമയം കനത്ത മഴയെ തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ടോടെ 50ഓളം വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. വിമാനത്താവള റൺവേയിൽ കനത്ത രീതിയിൽ വെള്ളം കയറിയതോടെയാണ് അധികൃതർ നടപടികളിലേക്ക് നീങ്ങിയത്. കൂടാതെ രാജ്യമെങ്ങും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ വൈകിട്ട് വരെ ദുബായിൽ നിന്നും പുറപ്പെടേണ്ട 21 വിമാനങ്ങൾ, ദുബായിൽ ഇറങ്ങേണ്ട 24-ലേറെ വിമാനങ്ങളും റദ്ദാക്കിയിരുന്നു. 5 വിമാനങ്ങൾ മറ്റു വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു.